അക്ഷയ്, കേൾക്കാമോ? പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തെ ECG എടുക്കാനായിട്ട് പരിശോധനയ്ക്ക് വേണ്ടി ഇടയാമാക്കുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ജനറൽ ആശുപത്രി പരിസരത്ത് പോലീസ് സന്നാഹം സർവ്വസന്നമാണ്. അദ്ദേഹത്തെ ECG എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിലാണ് നമുക്ക് ഒരു വിവരം ലഭ്യമായിട്ടുള്ളത്. ECG റൂമിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ECG റൂമിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമായിരിക്കാം അദ്ദേഹത്തിന് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ BP-യിൽ ഉണ്ടായിട്ടുള്ള വേരിയേഷൻ ആയിരിക്കാം. സ്വാഭാവികമായിട്ടും ഇന്നലെ രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇവിടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തെ കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയും അതിനുശേഷം പിന്നെ അദ്ദേഹത്തിനെ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിലവിൽ ഇപ്പോൾ എന്തായാലും ECG എടുക്കുന്നതിനാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ECG എടുക്കാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ECG എടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ധന്യ. ഇനി അതിനുശേഷം മാത്രമേ നമുക്ക് മറ്റു വിവരങ്ങൾ, എന്തായാലും ഇപ്പോൾ ECG എടുക്കുക എന്നുള്ളതാണ് ഡോക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിനുശേഷമാണ് ആ ടെസ്റ്റിന് അദ്ദേഹത്തിനെ കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും നമുക്ക് മറ്റു വിവരങ്ങൾ ലഭ്യമാവുക. ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്നാണ് തന്ത്രി കണ്ഠരര് രാജീവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ECG റൂമിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പോലീസിന്റെ വലിയ സുരക്ഷാ ക്രമീകരണം ഒരുക്കിയതിനു ശേഷമാണ് ജയിലിൽ നിന്ന് രാജീവരെ അങ്ങോട്ട് എത്തിച്ചിരുന്നത്. എന്താണ് ദേഹാസ്വാസ്ഥ്യത്തിന് കാരണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഡോക്ടർ സംസാരിച്ചതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇന്നലത്തെ അറസ്റ്റിന് ശേഷം രാത്രിയോടെയാണ് കൊല്ലത്ത് നിന്ന് ജയിലിലേക്ക് എത്തിച്ചിരുന്നത്. യാത്ര അതിനുശേഷമുള്ള ഉറക്കത്തിൻ്റെ പ്രശ്നമൊക്കെയാണോ കാരണം, നിസ്സാരമായ കാരണങ്ങളാണോ, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും SITയുടെ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ടെസ്റ്റും റിസൾട്ടും ഡോക്ടറുടെ ഭാഗത്തു നിന്നുള്ള ഒപ്പീനിയനും ഒക്കെ എടുത്തതിന് ശേഷമായിരിക്കും കടക്കുക എന്ന് മനസ്സിലാക്കുന്നു. അക്ഷയ് ചേരുന്നു. അക്ഷയ്, ഇവിടെ SITക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകില്ലല്ലോ, കാരണം കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാവും. കാരണം അദ്ദേഹത്തിൻ്റെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് വലിയ ബുദ്ധിമുട്ടില്ല എന്നതാണ്. അത്ര വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ, അല്ലേ? ധന്യ, നമുക്ക് അനുമാനിക്കാനാവുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. കാരണം ഇന്നലെ എങ്ങനെയാണോ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചത്, അതുപോലെ തന്നെയാണ് അദ്ദേഹത്തെ ഇന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതായത് സ്ട്രക്ചറിലോ മറ്റു വീൽ ചെയറിലോ ഒന്നും തന്നെയല്ല അദ്ദേഹത്തിനെ ഇവിടെ എത്തിച്ചത്. അദ്ദേഹം നടന്നു തന്നെയാണ് ആശുപത്രിയിലേക്ക് കയറുന്നത്. അതിനുശേഷം പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയപ്പോഴാണ് ഡോക്ടർ ECG എടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയത്. നമ്മൾ ഇന്നലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ സ്വാഭാവികമായിട്ടും രാത്രിയായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായപ്പോൾ അദ്ദേഹത്തിന് അത്യാവശ്യം പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രായവുമായി കണക്കിലെടുക്കുന്ന സമയത്ത് ഓർക്കവില്ലായ്മ അദ്ദേഹത്തെ കാര്യമായിട്ട് അലക്കാൻ സാധ്യതയുണ്ട്. ആ തരത്തിൽ ഇനി അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ടുണ്ടായതാണോ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ഉന്നത പദവിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ സൂചിപ്പിച്ച ഒരു സംഭവം തന്നെയാണ്. അതായത് ബ്ലഡ് പ്രഷറിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇനി അറിയാനുള്ളത്. എന്തായാലും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ തന്നെ സാധ്യതയില്ല എന്നുള്ള അനുമാനത്തിലേക്കാണ് നമുക്കിപ്പോൾ എത്താൻ കഴിയുന്നത്. ഇപ്പോൾ ECG റൂമിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. ആ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ഈ പ്രഷർ ചെക്ക് ചെയ്യാനാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നത്. അത്തരത്തിൽ സ്വാഭാവികമായിട്ടുള്ള പരിശോധനകളെല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള വിവരം നമുക്കിപ്പോൾ ലഭ്യമാവുക. നിലവിൽ നമ്മളിപ്പോൾ ഈ പരിസരത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം നടന്നാണ് ആശുപത്രിയിലേക്ക് പ്രവേശിച്ചത്. കാഷ്വാലിറ്റിയിലേക്കാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. പ്രാഥമിക പരിശോധനയിലാണ് ഡോക്ടർ ECG എടുക്കാനുള്ളൊരു നിർദ്ദേശം നൽകിയത്. സ്വാഭാവികമായിട്ടുള്ള ഒരു ടെൻഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട്, ഉറക്കമില്ലായ്മ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രായത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ആരോഗ്യ പ്രശ്നമാക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും വേരിയേഷൻ ആയിരിക്കും ചിലപ്പോൾ ECG ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് അതിനുള്ളൊരു വ്യക്തത എന്നുള്ളത് ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ.